DMK സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവർക്കുള്ള ഒരേ ഒരു ചോയ്സ് NDAയിൽ പോകുക എന്നുള്ളതാണ്, BJP സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മൂന്നാം മുന്നണി എന്നുള്ളത് അത്ര വിജയകരമാവുന്നതിന് തോന്നുന്നില്ല. കാരണം മുൻകാല അനുഭവങ്ങൾ നമുക്കറിയാം. മൂന്നാം മുന്നണിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ധാരാളം നടന്നിട്ടുള്ളതാണ്. മൂന്നാം മുന്നണിക്ക് വേണ്ടി പ്രത്യേകിച്ചും CPMൻ്റെ മേൽക്കയിൽ മൂന്നാം മുന്നണിക്ക് വേണ്ടി ധാരാളം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. അപ്പോൾ മറ്റൊന്ന്, ഇതിന് ഈ ഒരു മൂന്നാം മുന്നണിക്ക് DMK മുൻകൈ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അപകടങ്ങൾ കൂടിയുണ്ട്. അപകടമല്ല, ചലഞ്ചസ്. ഒന്ന്, DMK ഒരു തമിഴ് പാർട്ടിയാണ്, തമിഴ്നാട് പാർട്ടിയാണ്. മറ്റൊന്ന്, ഉത്തരേന്ത്യയിൽ DMK എന്ന് പറയുന്നത് ഒരു ടേൺ ഓഫാണ് ആളുകൾക്കെന്നല്ല, ഉത്തരേന്ത്യൻ പാർട്ടികൾക്ക് തന്നെ. ഇപ്പോൾ തേജസ്വി യാദവിനാവട്ടെ, TMCക്ക് ആവട്ടെ, അരവിന്ദ് കെജ്രിവാളിന് തന്നെ ആവട്ടെ, DMK എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇലക്ട്രേറ്റിനെ അവർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള DMKയുടെ നിലപാടാണ്. കോൺഗ്രസിന് ഹിന്ദി ഹാർട്ട്ലൈനിന് അറിയാത്ത ഒരു സംഗതിയാണ്. അറിയാത്ത സംഗതി എന്ന് വെച്ചാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക്. ഇപ്പോൾ അംബേദ്കറേറ്റ് രാഷ്ട്രീയം ഉള്ള ആളുകൾക്ക് പോലും, ഇപ്പോൾ ഉദാഹരണത്തിന് സമാജ്വാദി പാർട്ടിയോ BSPയോ ഒക്കെ അവർക്ക് പോലും ഇത് ദഹിക്കില്ല. കാരണം ഈ സനാതനധർമ്മം പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഇലക്ട്രേറ്റിനെ പറയാൻ പറ്റില്ല. കോൺഗ്രസിന് തന്നെ എത്ര തവണ തലവേദനയായിട്ട് കഴിഞ്ഞ മധ്യപ്രദേശ് ഇലക്ഷനിലൊക്കെ അതൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. DMKയോടൊപ്പമാണ് കോൺഗ്രസ് എന്നായിരുന്നു BJPയുടെ അവിടുത്തെ പ്രചാരണം. അപ്പം അതുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ മുന്നണി രൂപീകരിക്കാൻ DMKക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു മുന്നണി ഉണ്ടായി അതിൽ DMKക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞേക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കോൺഗ്രസ് ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നുള്ള DMKയുടെ ആരോപണമുള്ള അതൊരു ബാക്ക് സ്റ്റാബ് ആയിരുന്നില്ല. ആക്ച്വലി യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് തങ്ങളെ വിട്ടു പോകുമെന്ന് DMKക്ക് അറിയാമായിരുന്നു എന്ന് DMK തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇളങ്കോവൻ്റെ ഒരു പ്രസ്ഥാനം തന്നെ ഞങ്ങൾക്ക് തന്നെ അറിയായിരുന്നു, ഇലക്ഷന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു അവർ പോകുമെന്നുള്ളത്. അത് അപ്പോൾ ഒരു ബാക്ക് സ്റ്റാബിംഗ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ലോക്സഭാ MP മാണിക്യൻ ടാഗോർ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം മറ്റൊരു പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ DMK അതിനെയൊക്കെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ മാത്രമല്ല കോൺഗ്രസിനെ വിമർശിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ എന്നുള്ളൊരു വാദം ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് സീരിയസ് ആയിട്ടുള്ള പ്രശ്നം കോൺഗ്രസുമായിട്ടുണ്ട്. CPM തന്നെ വളരെ കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ഖാർഗെയുടെയും പ്രസ്താവനകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിരോധം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കുന്നുണ്ട്. തേജസ്വി യാദവിന്, ബീഹാറിൽ തേജസ്വി യാദവിന് ഈ പ്രശ്നങ്ങളുണ്ട്. തേജസ്വി യാദവ് ബീഹാറിലെ സഖ്യകക്ഷിയാണ് കോൺഗ്രസ് എങ്കിൽ പോലും കോൺഗ്രസുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല അവസാന ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം. തൃണമൂൽ കോൺഗ്രസ് നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലേക്ക് അടുത്ത് വരുന്നു. ഈ പ്രശ്നങ്ങളുള്ളപ്പം തന്നെ ഇതിന് ഒരു പരിഹാരം എന്ന് പറയുന്നൊരു മൂന്നാം മുന്നണിയാണെന്ന് ചോദിച്ചാൽ അതൊരു പരാജയപ്പെടുന്ന നീക്കമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൂന്നാം മുന്നണി ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ ക്ലച്ച് പിടിച്ചിട്ടില്ല ഇന്ത്യയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.